ഹെഡ് മാസ്റ്റർ കുര്യാക്കോസ് സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ക്രിസ്മസ് പാപ്പാമാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞു സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണോ? പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരിക്കില്ല എല്ലാവരും. പരീക്ഷ ജയിക്കുമോ? എല്ലാവരും ജയിക്കുമോ? എല്ലാവരും ജയിക്കണം. ഈ ക്രിസ്മസ് പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, എൻ്റെ പേര് നിർദ്ദേശിച്ചതിന് ആദ്യം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും മറ്റെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരു ക്രിസ്മസ് കഥ പറയാം. ഡിസംബർ 24-ാം തീയതി പാതിരാ കുർബാനയ്ക്ക് ശേഷം ആളുകളെല്ലാവരും പള്ളിമുറ്റത്ത് ആശംസകളും ക്രിസ്മസ് കേക്കുകളും കൈമാറവേ ഒരു കുടുംബം, പിതാവ്, മാതാവ്, അവരുടെ 3 വയസ്സുള്ള ഒരു മോനും പുൽക്കൂടിനരികെ വന്നു. കുന്നുകളും മലകളും താഴ്വാരങ്ങളും പച്ചപ്പുൽമേടുകളും അരുവികളും വെള്ളച്ചാട്ടവും വീടും കൊട്ടാരവും മരുഭൂമി പോലും നിർമ്മിക്കപ്പെട്ട അതിവിശാലമായ ഭൂമികയായിരുന്നു ആ പുൽക്കൂട്. ഇടവകയിലെ വളരെ ചെറുപ്പക്കാരായ ആൾക്കാർ കുറച്ച് ദിവസങ്ങൾ രാപ്പകൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് പുൽക്കൂടിൻ്റെ വാതിൽ ഭാഗം ഹൃദയരൂപത്തിലുള്ള ആ പുൽക്കൂട്ടിൽ പ്രകൃതിയെ ഇത്ര മനോഹരിയായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആളുകളെല്ലാവരും പുൽക്കൂട് കാണുവാൻ തിടുക്കം കൂട്ടുന്നതിന് മുൻപ് എൻ്റെ മകനെ പുൽക്കൂട് കാണിക്കുവാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ആ അമ്മ. കേക്ക് വേണമെന്ന വാശിയിലായിരുന്നു അവനെ. വീട്ടിൽ ചെന്നാലുടൻ വലിയ കേക്ക് മേടിച്ച് മുറിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കേക്ക് കിട്ടാതിൻ്റെ കലിപ്പുണ്ട് അവൻ്റെ മുഖത്ത്. അങ്ങനെ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ഇരുളിൻ്റെയും കുളിരിൻ്റെയും അകമ്പടിയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ പുൽക്കൂട് പരിസരം മറന്ന് കാണുകയാണ് ആ അമ്മ. ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്ന ഭാവത്തിൽ കേക്ക് വിതരണം ചെയ്യുന്നിടത്തെ തിക്കും തിരക്കും നോക്കി നിൽക്കുകയാണ് ചെറുപ്പക്കാരനായ ആ അപ്പൻ. കുഞ്ഞിൻ്റെ ശ്രദ്ധ പുൽക്കൂട്ടിലേക്കായി. അവൻ്റെ മുഖത്തെ ദേഷ്യം മാറി വിസ്മയമായി. അവൻ ഉണ്ണീശോയുടെ ആ രൂപത്തിലേക്ക് ശ്രദ്ധിച്ചു. നല്ല വെളുത്തിട്ട് കൈകൾ വിരിച്ച് ചിരിച്ചുകൊണ്ട് അവൻ ആ വിരലിൽ തൊടുവാൻ അവൻ്റെ കൈ നീട്ടി. പെട്ടെന്ന് അവൻ്റെ അമ്മ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, മോനെ തൊടരുത്. അപ്പോൾ അവൻ്റെ അമ്മയോട് അവൻ ചോദിക്കുകയാണ്, അമ്മേ, ഈ കുഞ്ഞുവാവെ ആരാണ് അമ്മേ കച്ചിക്ക് പുകർത്ത് കിടത്തിയതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, പള്ളിയിലെ അച്ഛൻ വാവയെ എടുത്തുകൊണ്ട് വരുന്നത് മോൻ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം മോൻ പറഞ്ഞു, കണ്ടു അമ്മ. പള്ളിയിലെ അച്ഛൻ വാവയെ എടുത്തുകൊണ്ട് വന്നത് ഇവിടെ കിടത്താനാണ് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അവന് വളരെ വിഷമമായി. അവൻ അമ്മയോട് ചോദിച്ചു, അമ്മ, നമുക്ക് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കൂടെ ബെഡിൽ കിടത്താം. അപ്പോൾ തൻ്റെ മകൻ്റെ ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ആ അമ്മ ആ ചെറുപ്പക്കാരൻ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ആ അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ഈ കുഞ്ഞുമാവ കച്ചിയുടെ മുകളിലേ കിടക്കൂ. കഴിഞ്ഞ കൊല്ലവും ഈ കുഞ്ഞാവ കച്ചിപ്പുറത്താണ് കിടന്നത്. ഈ കുഞ്ഞുമാവ ബെഡേ കിടക്കില്ല. ഈ കുഞ്ഞുമാവേനെ ആരും ബെഡേ കിടത്തിയിട്ടില്ല. ഈ കുഞ്ഞുമാവ ബെഡേ കിടന്നാൽ നമുക്ക് ക്രിസ്തുമസുമില്ല, പുൽക്കൂടുമില്ല. 3 വയസ്സുള്ള കുഞ്ഞായതിനാൽ അവസാനം പറഞ്ഞ ആ യുക്തി കുഞ്ഞിന് മനസ്സിലായില്ല. കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറ്റാനായി ആ അമ്മ പറഞ്ഞു, മോനെ, ഈ വാവയെ കാണുവാൻ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. എന്നിട്ട് പുൽക്കൂട്ടിലുള്ള ഓരോ രൂപങ്ങൾ ചൂണ്ടിക്കാണിച്ച് അമ്മ പറഞ്ഞു, മാലാഖമാർ വന്നോ, ഇടയന്മാർ വന്നോ, ആടുകൾ വന്നോ, അങ്ങനെ ഓരോ രൂപങ്ങൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ കുഞ്ഞുമാവ അമ്മയോട് ചോദിച്ചു, പുൽക്കൂട്ടിലുള്ള ചെറിയ വീടുകളൊക്കെ കുഞ്ഞുമാവ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ, ഈ കാണുന്ന വീട്ടിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നുമൊക്കെ ആണോ ഈ വാവേനെ കാണാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല മോനെ, ഇവരെല്ലാം വന്നിരിക്കുന്നത് അങ്ങ് ദൂരെയാണ്, ഒത്തിരി അകലെയെന്നാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. ഈ അടുത്തുള്ള ഈ വീട്ടിൽ നിന്നോ കൊട്ടാരത്തിൽ നിന്നോ ഒന്നും ആരും ഈ കുഞ്ഞുമാവയെ കാണാൻ വന്നില്ല. അവരുടെ അടുത്ത് ഇതുപോലെ ഈ പുൽക്കൂട്ടിൽ കച്ചിപ്പുറത്ത് ഇങ്ങനെ ഒരു വാവ കിടക്കുന്ന കാര്യം അവരാരും അറിഞ്ഞില്ല. അവന് വീണ്ടും സങ്കടമായി. അവൻ ചോദിച്ചു, അപ്പാ, നമുക്ക് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയാലോ? അപ്പോൾ അപ്പം പറഞ്ഞു, മോനെ, ഇന്ന് സന്ധ്യയ്ക്ക് ഈ കുഞ്ഞുവാവ നമ്മുടെ വീട്ടിൽ വരും. അവന് വിശ്വാസമായില്ല. അവൻ അമ്മയോട് ചോദിച്ചു,
ചോദിച്ചു, അമ്മ കുഞ്ഞാവ് വരുമോ? അപ്പം പറഞ്ഞത് ശരിയാണോ? അമ്മ പറഞ്ഞു, വരും മോനെ, കുഞ്ഞാവ് വരും. കുറേ ചേട്ടന്മാർ ഇന്ന് സന്ധ്യയ്ക്ക് ഈ വാവേനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമെന്ന്. നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി, വിളക്കുകൾ തെളിച്ച്, പുതുവസ്ത്രങ്ങൾ ധരിച്ച്, ആരും ഉറങ്ങാത്ത ക്രിസ്മസ് രാത്രിയിൽ ലോകം മുഴുവൻ ഒരു ജന്മദിനം ആഘോഷിക്കുകയാണ്. സ്നേഹസ്വരൂപനായ സ്വർഗീയ പിതാവ് തൻ്റെ വചനത്തെ മാംസവും രക്തവും കൊണ്ട് പൊതിഞ്ഞ് മനുഷ്യരൂപഭാവങ്ങൾ നൽകി ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആഘോഷം ലോകം മുഴുവൻ നുരഞ്ഞു പൊന്തുകയാണ്. അനേകം പ്രവാചകന്മാർ, ജ്ഞാനികളും അന്തർജ്ഞാനത്താൽ അറിഞ്ഞ് ആഗ്രഹിച്ച അപൂർവ ജനനം. ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധികാരികളുമെല്ലാം ആ ദുർബല ശിശുവിനെ ഇല്ലാതാക്കാൻ മെനക്കെട്ടപ്പോൾ പ്രകൃതി അവനെ തൻ്റെ കരങ്ങളിൽ ഏറ്റെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എവിടുന്നോ ഇറങ്ങി വന്ന നക്ഷത്രം പുൽക്കൂടും പരിസരവും സ്വർഗീയ കാന്തിയിൽ കുളിപ്പിച്ച് ഇവൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നറിയിച്ചു. സൃഷ്ടാവിൻ്റെ ദൂതരായി അഗ്നിച്ചിറകൾ വീശി സംഗീതമാലപിക്കാനെത്തിയ മാലാഖമാർ ഉദ്ഘോഷിച്ചു, ദൈവത്തിൻ്റെ സമാധാനം മനുഷ്യനായിരിക്കുന്നു. മരുഭൂമിയിലൂടെ അലഞ്ഞ് ഉഷ്ണക്കാറ്റേറ്റ് ക്ഷീണിച്ച് നാടും നഗരവും താണ്ടിയെത്തിയ ജ്ഞാനികൾ പറഞ്ഞു, ഞങ്ങളെ ഉത്തേജിപ്പിച്ച ദൈവത്തിൻ്റെ ജ്ഞാനമിതാ. ഇടയന്മാർ ഏറ്റുചൊല്ലി, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ രക്ഷകൻ, അതെ, ഇരുളിന് കീഴടക്കാൻ കഴിയാത്ത പ്രകാശമായി പ്രകൃതിയിലെ മനുഷ്യനെ പ്രശോഭിക്കുവാൻ അവൻ വന്നു. തെറ്റിൻ്റെ ഇരുണ്ട പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്കും അന്ധകാരത്തിൽ ആണ്ടുപോയവർക്കും മരണത്തിൻ്റെ ഭയാനകമായ താഴ്വരകളിലൂടെ അപകടകരമായി സഞ്ചരിക്കുന്നവർക്കും അവൻ ഔദാര്യപൂർവ്വം തൻ്റെ വെളിച്ചം നൽകുന്നു. തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനിയായി മനുഷ്യനെ കരുതുന്ന സൃഷ്ടാവിൻ്റെ സ്നേഹം ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്ന് മനുഷ്യന് നേരെ മന്ദഹസിച്ചു. തൻ്റെ ജീവനും ആത്മാവും മനുഷ്യന് നൽകിയിട്ട് മതി വരാതെ അവൻ്റെ രൂപമെടുത്ത് അവന് വേണ്ടി അവനെപ്പോലെയായി കൂടെ വസിച്ച ഔദാര്യം. തൻ്റെ മോചനത്തിനായി സ്വയം വിട്ടു നൽകേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് പോലും തന്നോളം വില നൽകി കൈവിട്ട് കളയാതെ കൂടെ നിർത്തിയ സ്നേഹം. പുൽക്കൂട്ടിലെ നമ്മുടെ ഈശോയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ മനുഷ്യകുലത്തിൻ്റെ നെഞ്ചിലെ തുടുപ്പായി മാറുവാൻ സാധിച്ചിട്ടുള്ളൂ. ഈ ക്രിസ്മസും പുൽക്കൂടും എല്ലാം നമുക്ക് തന്നത് ഉണ്ണീശോനെയാണ്. പുൽക്കൂട്ടിൽ വിരിഞ്ഞ കുഞ്ഞു കൈകളുമായി ആര് കൈ നീട്ടി വിളിച്ചാലും നെഞ്ചോട് ചേരാൻ വെമ്പൽ കൊണ്ട് അവൻ കിടപ്പുണ്ട്. അവനെ നെഞ്ചോട് ചേർത്ത അനേകരുണ്ട്. ഹൃദയമാകുന്ന ദേവാലയത്തിൽ അവനെ കയറ്റിയിരുത്തിയ അനേകരുണ്ട്. അവർ മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അങ്ങനെയുള്ളവരുടെയൊക്കെ സ്നേഹം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരാശ നിറഞ്ഞ് മാനസിക ഭാരത്തിൻ്റെ കീഴിൽ അമർന്നു പോകുമായിരുന്ന എന്നിൽ ഉത്തമമായ ജീവിത ലക്ഷ്യവും നിറഞ്ഞ പ്രതീക്ഷകളും നൽകിയത് എന്നെ വളർത്തുന്നവരും എന്നെ പരിചരിച്ചവരുമാണ്. മാതാപിതാക്കളുടെ സാന്നിധ്യം, എന്തിനും ഏതിനും ആരെയും ആശ്രയിക്കേണ്ടാത്ത അവസ്ഥ, ആരോഗ്യമുള്ള ശാരീരിക സ്ഥിതി, ഓടാനും ചാടാനും ഇഷ്ടമുള്ളിടത്ത് പോകുവാനുമുള്ള സ്വാതന്ത്ര്യവും ശാരീരിക സ്ഥിതിയും ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ള പല അനുകൂല സാഹചര്യങ്ങളും എനിക്കില്ല. എന്നെ അപേക്ഷിച്ച് വളരെ ഭാഗ്യം ചെയ്യുന്ന മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ അപ്പൻ്റെ കൂടെ, നിങ്ങളുടെ അമ്മയുടെ കൂടെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ അപ്പനെയും അമ്മേനെയും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നിരാശപ്പെടുകയുമില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞു, ഗോഡ് ബ്ലെസ്ഡ് മീ വിത്ത് എൻഡിൽസ് പോസിബിലിറ്റീസ് ആൻഡ് ഐ ഷുഡ് എംബ്രേസ് ദം വിത്ത് എ സ്മൈൽ. ഞാൻ മാന്നാനം കെ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. കമ്പ്യൂട്ടർ പഠിച്ച് ഒരു കമ്പ്യൂട്ടർ പരമായ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആ സ്ഥാപനത്തിൽ അമ്മ വീടെന്നാണ് എൻ്റെ പേര്. അവിടെ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ എന്നോട് പറഞ്ഞു, എടാ നീ കാലുകൊണ്ട് കമ്പ്യൂട്ടർ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ആ കമ്പ്യൂട്ടർ ചെയ്യുന്നതിനേക്കാൾ നിനക്ക് നന്നായി നിൻ്റെ നാവ് ഉപയോഗിച്ച് നിനക്ക് മറ്റുള്ളവരോട് പെരുമാറുവാനും ചെയ്യുവാനും സാധിക്കും. അങ്ങനെ നീ ഒരു അധ്യാപകനാകുക. നിനക്കുള്ള നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപകനാകാൻ പറഞ്ഞ് അച്ഛൻ തന്നെയാണ് കെ കോളേജിൽ എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അഡ്മിഷൻ എടുത്ത് തന്നതും എന്നെ വിട്ട് പഠിപ്പിക്കുന്നതുമല്ല. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് വളർത്തി മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്തി വളർത്തി ജീവിതത്തിൽ വലിയവരാകാൻ പരിശ്രമിക്കുക. ജീവിതത്തിന് ചിറക് തന്നവരെ മറക്കാതിരിക്കുക.
ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ലവ് യു ടു ഓൾ. താങ്ക് യു.